ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യങ്ങളും തമ്മിൽ തിരിച്ചറിയാനാകാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവാലയങ്ങളിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ കണ്ണുകളിൽ നിറയെ രൗദ്രഭാവം നിഴലിക്കുന്നു എന്നാണ് വിശ്വാസം. 3 അടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമരുളി പ്രധാന ശ്രീകോവിലിൽ തന്നെ ഭഗവാന് പിറകിലായി പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദശപുത്രിയായ സതിയായും മഹാകാളിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നു. 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസവ മന്ദിരം എന്നറിയപ്പെടുന്നത് ചെങ്ങന്നൂർ ശ്രീ മഹാദേവർ ക്ഷേത്രമാണ്. വഞ്ഞിപ്പുഴ തമ്പ്രാക്കന്മാരുടെ കാലത്ത് ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ആ പഴയ ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചു പോയതിനു ശേഷം പുനർനിർമ്മിച്ച ക്ഷേത്രമാണ് നാം ഇന്ന് കാണുന്നത്. അന്നത്തെ അഗ്നിബാധയിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമായിരുന്നുവെന്നും കരുതപ്പെടുന്നു. 3 നിലകളുള്ള കിഴക്കേ ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ആദ്യം നിർമ്മിച്ച ക്ഷേത്രഗോപുരം 300 വർഷം മുൻപുണ്ടായ അഗ്നിബാധയെ തുടർന്ന് നശിച്ചു പോയതിനു ശേഷം ഏകദേശം 80 വർഷം മുൻപാണ് പുതിയ ക്ഷേത്രഗോപുരം നിർമ്മിക്കുന്നത്. കേരളീയ വാസ്തുശാസ്ത്രത്തിനൊപ്പം പാശ്ചാത്യ നിർമ്മാണ രീതികൾ കൂടി സമന്വയിപ്പിച്ചാണ് കിഴക്കേ ഗോപുരത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വലിയ ഗോപുരവാതിലിലൂടെ നമ്മൾ ഉള്ളിലേക്കെത്തുമ്പോൾ ആനക്കൊട്ടിൽ കാണാം. 5 ആനകളെ വരെ ഒരേ സമയം എഴുന്നള്ളിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ആനക്കൊട്ടിലിൻ്റെ നിർമ്മാണം. ആനക്കൊട്ടിൽ കഴിഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ പെരുന്തച്ചൻ പണികഴിപ്പിച്ച കൂത്തമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. പെരുന്തച്ചൻ നിർമ്മിച്ച ഈ കൂത്തമ്പലവും അഗ്നിക്ക് ഇരയാകുകയായിരുന്നു. അന്ന് കത്തി നശിച്ച കൂത്തമ്പലത്തിൻ്റെ ചില കൽത്തൂണുകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാം. ഈ കൂത്തമ്പലം പുതുക്കി പണിയുന്നതിനായി പിന്നീട് ആരും ശ്രമിച്ചില്ല എന്നത് ഒരു അത്ഭുതമായി തന്നെ ഇന്നും അവശേഷിക്കുന്നു. ഈ കൂത്തമ്പലത്തിൻ്റെ തറയിൽ ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ്റെ ഒരു ശിലാവിഗ്രഹവും നമുക്ക് കാണാം. ഭക്തർ നന്ദിയെ വന്ദിച്ച ശേഷമാണ് നാലമ്പലത്തിലേക്ക് കയറുന്നത്. തൊട്ടടുത്തായി 100 അടിയോളം ഉയരം വരുന്ന സ്വർണ്ണ കൊടിമരവും നമുക്ക് കാണാം. കൊടിമര ചുവട്ടിൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അതിവിശാലമായ നാലമ്പലത്തിനുള്ളിൽ ഭീമാകാരമായ വട്ട ശ്രീകോവിലിലാണ് ശ്രീ മഹാദേവൻ കുടികൊള്ളുന്നത്. കരിങ്കല്ലിൽ നിർമ്മിച്ച് ചെമ്പുമേഞ്ഞ് ഒറ്റ നിലയിലാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം. ശ്രീകോവിലിൻ്റെ മുകളിലായി നമുക്ക് സ്വർണ്ണ താഴികക്കുടം കാണാം. 150 അടി ചുറ്റളവിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. മഹാതച്ചനായ പെരുന്തച്ചനാണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ ഉണ്ടായ അഗ്നിബാധയിൽ നശിക്കാതിരുന്നത് ഈ ശ്രീകോവിൽ മാത്രമാണെന്ന് പറയപ്പെടുന്നു. കരിങ്കല്ലിനൊപ്പം സവിശേഷമായ രീതിയിൽ ചെളിയിട്ട് നിർമ്മിച്ചതിനാലാണ് ശ്രീകോവിൽ അഗ്നിക്കിരയാകാതിരുന്നതെന്നും പറയപ്പെടുന്നു. കൂത്തമ്പലത്തറ എന്ന് ഇപ്പോൾ നാം കരുതുന്ന ഈ തറ ഒരുപക്ഷെ പഴയ ശ്രീകോവിലിൻ്റെ അവശിഷ്ടം ആയിരിക്കാനാണ് സാധ്യത എന്നും ഒരു വാദമുണ്ട്. കാരണം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട അടച്ച് ഒരിക്കലും കൂത്തമ്പലം പണിയാൻ സാധ്യതയില്ല. ദേവൻ്റെ വലതുവശത്തായിരിക്കണം 3 താഴികക്കുടം വേണം എന്നതെല്ലാമാണ് പഴയകാലത്ത് കൂത്തമ്പലം പണിയാനുള്ള നിബന്ധനകൾ. ഈ പ്രദേശത്തെ ബ്രാഹ്മണരുടെ അപ്രമാദിത്വം കുറയ്ക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ ശില്പിയായ പെരുന്തച്ചൻ മനഃപൂർവ്വം കണക്ക് തെറ്റിച്ച് പണിതതാണെന്നും ഒരു വാദമുണ്ട്. അതിനായി ബ്രാഹ്മണർ ഇരുന്ന് ജപിക്കുന്ന മണ്ഡപം വിഗ്രഹം കണ്ടു തൊഴാൻ സാധിക്കാത്ത രീതിയിൽ നിർമ്മിച്ചു. കൂട്ടത്തിൽ ദർശനഭംഗം വരുത്തി കൂത്തമ്പലവും നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചെങ്ങന്നൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരനടയുടെ നിർമ്മാണ വേളയിലാണ് പെരുന്തച്ചൻ്റെ കയ്യിൽ നിന്നും വീതുളി വീണ് മകൻ മരിച്ചതെന്നും കരുതപ്പെടുന്നു.
മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും പാർവതീദേവിക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിന് തുല്യമാണ് ചെങ്ങന്നൂർ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു. രജസ്വലയാകുന്ന ദേവിയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. തൃപ്പൂത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രമേൽശാന്തി എല്ലാ ദിവസവും നിർമ്മാല്യത്തിന് ദേവിയുടെ ഉടയാട ഞൊറിയഴിയാതെ വിഗ്രഹത്തിൽ നിന്നും എടുത്ത് ശ്രീകോവിലിൻ്റെ കട്ടളപ്പടിയിൽ വയ്ക്കും. ക്ഷേത്രകാരായ്മ അവകാശികളായ വാര്യർ സമുദായത്തിൽപ്പെട്ട വാര്യർ ഈ ഉടയാട പരിശോധിക്കുകയും രജസ്വലയായി എന്ന സംശയമുണ്ടെങ്കിൽ താഴമൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തിനെ കാണിച്ച് വസ്ത്രത്തിൽ രക്തക്കറയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഈ വിവരം ക്ഷേത്രത്തിൽ അറിയിക്കുന്നതോടെ ശ്രീകോവിൽ നട അടയ്ക്കും. മൂലവിഗ്രഹത്തിൽ നിന്നും ദേവീ ചൈതന്യത്തെ ശീവേലി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച ശേഷം നാലമ്പലത്തിൻ്റെ വടക്കുപടിഞ്ഞാറേ മൂലയിലുള്ള തൃപ്പൂത്തറയിലേക്ക് മാറ്റും. ദേവി തൃപ്പൂത്തായ 4 ദിവസവും തൃപ്പൂത്തറയിലായിരിക്കും നിത്യപൂജകൾ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ അഭിഷേകവും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ മൂലബിംബത്തിലും പൂജകൾ ഉണ്ടായിരിക്കുന്നതല്ല. ദേവിക്ക് കൂട്ടായി ഈ ദിവസങ്ങളിൽ തോഴിമാരായി 2 സ്ത്രീകളും തൃപ്പൂത്തറയിലുണ്ടായിരിക്കും. ദേവിയുടെ ഉടയാടയ്ക്കുമുണ്ട് പ്രത്യേകതകൾ. നിറമുള്ള വസ്ത്രങ്ങൾ ദേവിയെ അണിയിക്കുന്നതല്ല. 2 കരമുണ്ടുകൾ ചേർത്ത് ഇണമുണ്ടാക്കി മാറ്റി ഞൊറിയിട്ടാണ് ദേവിയെ ഉടുപ്പിക്കുന്നത്. അതുപോലെ തെറ്റിപ്പൂവ്, വെള്ള മന്ദാരപ്പൂവ് തുടങ്ങിയ പൂക്കളാണ് പൂജാവേളയിൽ ദേവിക്ക് അർപ്പിക്കുന്നത്. 4-ാം ദിവസം രാവിലെയാണ് തൃപ്പൂത്താറാട്ട്. ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പമ്പാ നദിക്കരയിലെ മിത്രപ്പുഴ കടവിലെത്തിച്ച് ആറാട്ട് നടത്തുന്നു. അതിനുശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ശീവേലി വിഗ്രഹത്തിൽ നിന്നും ദേവീ ചൈതന്യത്തെ മൂലബിംബത്തിലേക്ക് ആവാഹിക്കുന്നു. തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം. തൃപ്പൂത്താരംഭിച്ച് 12 ദിവസവും പുഷ്പാഞ്ജലി നടത്തുന്നതിനായി ധാരാളം ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മൺട്രോ സാഹിബുമായി ബന്ധപ്പെട്ട് തൃപ്പൂത്തിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്. ഒരിക്കൽ തൃപ്പൂത്താറാട്ടിനുള്ള ഫണ്ട് അദ്ദേഹം വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കഠിനമായ രോഗം ബാധിച്ചു. ഡോക്ടർമാർ ഒരുപാട് ശ്രമിച്ചിട്ടും രോഗം മാറ്റാൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ദേവിയുടെ അപ്രീതിയാണ് രോഗത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം പ്രായശ്ചിത്തമായി കട്ടിത്തങ്കത്തിൽ തീർത്ത 2 വളകളും അരപ്പട്ടയും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ചിങ്ങം പിറന്നുള്ള ആദ്യത്തെ തൃപ്പൂത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു. ഏകദേശം 10 ഏക്കർ വരുന്ന വിശാലമായ മതിലകമാണ് ക്ഷേത്രമതിലകം. 4 ദിക്കുകളിലും ക്ഷേത്ര ഗോപുരങ്ങൾ കാണാം. കിഴക്കേ ഗോപുരം ഒഴികെയുള്ള ഗോപുരങ്ങൾക്ക് ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗമായി കുറ്റാരോപിതരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഈ ഗോപുരനടയിൽ നടന്നിരുന്നു. ക്ഷേത്രഗോപുരത്തിലുള്ള ഒരു ദ്വാരത്തിൽ കുറ്റാരോപിതൻ്റെ കൈ കടത്തി സത്യം ചെയ്യിക്കുന്ന ചടങ്ങായിരുന്നു ഇത്. ഈ ദ്വാരത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. കള്ളസത്യമാണ് ചെയ്യുന്നതെങ്കിൽ ഈ പാമ്പ് കടിക്കുകയും കടിയേറ്റ ആൾ ഗോപുരനടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യും. ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലെ സത്യം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറേ നടയോട് ചേർന്ന് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായി അതിവിശാലമായ കുളമുണ്ട്. ക്ഷേത്രമുറ്റത്തെ കൂത്തമ്പലത്തിനോട് ചേർന്ന് തെക്കുഭാഗത്തായി കാണുന്ന പാറക്കല്ലിൽ ചവിട്ടി നിന്നുകൊണ്ട് തൊഴുന്നതും ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. ഈ പാറക്കല്ലിൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ചാൽ അന്നേ ദിവസം വിഷം തീണ്ടില്ല എന്ന് വിശ്വാസമുണ്ട്. ഒരു സിദ്ധൻ്റെ വിഷചികിത്സാ ഗ്രന്ഥങ്ങളും മരുന്നുകളുമാണ് ഈ കല്ലിൻ്റെ അടിയിൽ എന്നാണ് വിശ്വാസം. നാലമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കൽക്കെട്ടിലുമുണ്ട് ഒരു പ്രത്യേകത. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സ്കെയിലിനേക്കാൾ അല്പം നീളമുള്ള ഒരു വര നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മറ്റൊന്നുമല്ല, ഉളിയന്നൂർ പെരുന്തച്ചൻ തൻ്റെ മുഴക്കോലിൻ്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ മുഴക്കോലിൻ്റെ അളവെടുക്കാനായി വിശ്വകർമ്മജർ ഇപ്പോഴും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ചെങ്ങന്നൂർ നഗരത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം.
മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 28 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി കൊടിയിറങ്ങുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.